ആ ഇതും നല്ലതാ. ആ ഇതിന്റെ മേളിൽ വെക്കാം, നല്ല ലെവലായിട്ട് കണ്ടിച്ചാൽ മതി. അപ്പോൾ നമ്മള് പുൽക്കൂട് കെട്ടാൻ വേണ്ടി പോകണം കേട്ടോ. യാതൊരുവിധ ഐഡിയ ഇല്ല അതിനെക്കുറിച്ച്. തൽക്കാലം നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കെട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കെട്ട് കൊടുക്കാം. ഇതാ ഇത് ഇവിടെ പ്ലാറ്റ്ഫോം അടിക്കുന്നു, ഇവിടുന്ന് മുകളിലേക്ക് ഇത്രയും, പിന്നെ ഇങ്ങനെ അവിടുന്ന്. ആ മീൻ മേടിക്കാൻ പോയപ്പം അവര് കണ്ടില്ല. മീൻ മേടിച്ചോണ്ട് വണ്ടിയുടെ കീഴിൽ ചെന്നപ്പം അപ്പം അവര് എന്നും മീൻ കൊടുക്കുമായിരുന്നു. ഇവള് അങ്ങ് പടിഞ്ഞാറ് തന്നെയാണ്. ഇവള് മീൻ വണ്ടി വരുന്ന കണ്ടുകൊണ്ടുണ്ടല്ലോ ഓടി അവിടെ ചെന്ന് അവര് ശ്രദ്ധിച്ച് അവര് വണ്ടി ബാക്കിലോട്ട് എടുത്ത് ഇവിടെ തലയിലായിപ്പോയി. അങ്ങനെ കുറെ കഴിഞ്ഞ് നമ്മളിവിടെ ഇവിടെ അച്ഛൻ ഇവിടെ ഇരുന്നപ്പോഴേ. ഹായ് ഫ്രണ്ട്സേ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്താ പരിപാടി? ഇത് പുൽക്കൂട് കെട്ടാൻ പോവാ. മുടിയൊക്കെ പാറിയിരിക്കുന്നു. ഉറക്കത്തിന് വേണ്ടിട്ട് വന്നേ? ഉറങ്ങിയില്ലേ? കുറച്ചു നേരം ഉറങ്ങിയോ? 5 മിനിറ്റോ? 5 മിനിറ്റ് ഒന്നല്ല, അതിലേക്കുള്ള ഉറങ്ങി. 1 മണിക്കൂറിൽ മേലോടി ഞാനും ഉറങ്ങി കേട്ടോ. ഉച്ചക്ക് ഭയങ്കര ക്ഷീണം. കവിതളിക്ക് പോയിട്ട് വന്നിട്ട് ക്ഷീണം മാറിയില്ല അല്ലേ? നിനക്ക് അല്ലാതെ ക്ഷീണം. ഞാൻ വളുമലയ്ക്ക് പോയില്ലല്ലോ, ചുമ്മാ ഇരിക്കും എന്റെ ക്ഷീണം. അപ്പൊ എന്താ പരിപാടി വെച്ചാല് നമുക്ക് നേരെ പരിപാടി സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം നമുക്ക് എന്താ വെച്ചാല് കഴിഞ്ഞ വർഷം എടുത്തു വെച്ച സാധനങ്ങൾ ആദ്യം എടുക്കാം. അതിൽ ഏതൊക്കെ ഉപകരിക്കുമെന്ന് നോക്കാം അല്ലേ? അപ്പൊ ഞങ്ങൾ ഒന്നും മേടിച്ചിട്ടില്ല, സ്റ്റാർ മേടിച്ചിട്ടില്ല, ലൈറ്റ് മേടിച്ചിട്ടില്ല, ഒന്നും മേടിച്ചിട്ടില്ല അല്ലേ? ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഞങ്ങള് വളരെ അതെ ഉള്ളത് വെച്ചിട്ട് അടിച്ചു പൊളിക്കാൻ പോവാ അല്ലേ? എന്തൊക്കെ സാധനങ്ങളുണ്ട് വർക്ക് ചെയ്യുന്നത് അതെല്ലാം എടുത്ത് വെച്ച് പണിയെടുത്താൻ പോവാ. അപ്പൊ ആദ്യം പോയിട്ട് നമുക്ക് പഴയ സാധനങ്ങൾ എടുത്തോണ്ട് വന്നിട്ട് അതൊക്കെ എന്തൊക്കെ ലൈറ്റ് കത്തുവോ അങ്ങനെയൊക്കെ ഉണ്ടോ നോക്കാം അല്ലേ ജി? അപ്പൊ ഇന്ന് എന്തായാലും പുൽക്കൂട് കെട്ടണം എന്ന് അടിച്ചു പറഞ്ഞേക്കുന്നത്. അപ്പൊ പുൽക്കൂട് കെട്ടാനുള്ള സാധനം ആദ്യം എടുക്കണോ അതോ ലൈറ്റ് ഒക്കെ ചെക്ക് ചെയ്യണോ? ആദ്യം പുൽക്കൂട് കെട്ടാനുള്ള സാധനം എടുക്കാം അല്ലേ? വലിച്ചു ഇവിടെ ഇരിക്കോ? പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ചുമ്മാ അവിടെ ഇരിക്കും. വന്നിട്ട് ഇറക്കാം. കാറ്റില്ലല്ലോ, ഇവിടെ ഒരു അനങ്ങാതെ കിടക്കും. ഒരു കാറ്റ് പോലും ഇല്ല ഒരു ഭാഗത്തുനിന്ന്. നമുക്ക് എന്താ പുറത്തേക്ക് ഇറക്കിയിരിക്കാം. അപ്പൊ കഴിഞ്ഞ വർഷം ക്രിസ്മസ് ഞങ്ങൾ തിരുവനന്തപുരത്തായിരുന്നല്ലോ. അപ്പൊ അവിടെ ആയപ്പോ ഞങ്ങൾ വൈനൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നില്ലേ? ഇപ്രാവശ്യം വൈനൊന്നും ഇട്ടില്ല. കാരണം ഈ പ്രാവശ്യം വൈകിട്ടാലും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. 18-ാം തീയതി അമ്മയ്ക്ക് ആശുപത്രി പോകാനുണ്ട്. അപ്പൊ അതുകൊണ്ട് വൈകിട്ടില്ല. പിന്നെ വൈകിട്ടാ എക്സസൈസുകാർ പിടിച്ച് അകത്താക്കൊന്നും കേട്ടെ. അതെ, കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ വൈകിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞ വീട്ടിൽ റീപോസ്റ്റ് ചെയ്ത് കാര്യപ്പം റീപോസ്റ്റ് ചെയ്യേണ്ടതൊക്കെ കമന്റ് കണ്ടായിരുന്നു. റീപോസ്റ്റ് ചെയ്യുന്നില്ല, അത് കിടക്കട്ടെ അവിടെ അല്ലേ? റീപോസ്റ്റ് ചെയ്ത് വെറുതെ പണി മേടിക്കാൻ. ക്രിസ്മസ് ആയിട്ട് എനിക്ക് അകത്ത് കിടക്കാൻ വയ്യ. എത്ര 90 ദിവസം കിടക്കണം? അറിയാൻ വയ്യ. ഒരാഴ്ച റിമാൻഡ് ചെയ്യുമായിരിക്കും. തെളിവില്ലാതെ സാധനം തെളിവില്ലല്ലോ. തൊണ്ടിയില്ലാതെ നമ്മളെങ്ങനെ അറസ്റ്റ് ചെയ്യും? തൊണ്ടിയൊക്കെ തീർന്നില്ലേ? അപ്പൊ ഇട്ടാളെയും പിടിക്കണം. അങ്ങനെ വരുമ്പോ ഇട്ടാളെ പിടിക്കണ്ട. ശരി, കഴിഞ്ഞ വർഷം വൈകിട്ടേ വൈകിട്ട് വീഡിയോ പോയിട്ട് കഴിഞ്ഞാൽ എക്സസൈസുകാർ പിടിക്കും. കഴിഞ്ഞ വർഷമല്ലേ? ഈ വർഷം എങ്ങനെയില്ലെന്ന് എത്രയാണേലും എക്സസൈസുകാർ പിടിക്കുമെന്നാ കേട്ടെ. അത് പോയല്ലോ, തെളിവില്ലല്ലോ, തൊണ്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ 25 ദിവസം 30 ദിവസം അടുപ്പിച്ച് വൈകിട്ടായിരുന്നു കേട്ടോ. അത്ര ദിവസം എടുത്തായിരുന്നു. ഇനിയിപ്പോ ടൈം ഇല്ലല്ലേ? ഇനിയിപ്പോ ഇട്ടാലും മടിച്ചതാട്ടോ ഞങ്ങള്. പക്ഷെ കഴിഞ്ഞ മാസം ആദ്യമേ ഓർത്തതാ ഇടാനായിട്ട് അല്ലേ? അന്ന് ഇട്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അടിപൊളി വൈന ചേട്ടായി വണ്ടി വിട്ടൊക്കെ പോയി. ഇവിടെ നിർത്തിയില്ല. 2 കിലോയ്ക്ക് 100 രൂപ വെച്ച് ലാഭം വരുന്നത്. അത് കുളിച്ചോണ്ടിരുന്നേ. അതാ അത് പോട്ടെ, നമുക്ക് എന്തായാലും സ്റ്റാറിനുള്ള പരിപാടി നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ ഇരിക്കുന്ന സാധനം കഴിഞ്ഞ വർഷത്തെ ഉപയോഗിച്ച കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. വേണ്ട അതെടുത്തോ. ഇത് അതില് ലൈറ്റ് അത് കാണാൻ തോന്നുന്നു. ലൈറ്റ് ആണോ?
അത് ഫുള്ള് ലൈറ്റാണ് കേട്ടോ, പഴയ ലൈറ്റും കഴിക്കണം. അതിനകത്തൊന്നും ഇല്ലല്ലോ, ഇതേ ഉള്ളൂ. പിന്നെ അതെന്തുവാ അറിയാൻ വയ്യ. അത് ലൈറ്റാണോ? ആ വയറ് വേണ്ട. അല്ല വയറ് എടുത്തോ, സ്റ്റാർ ഇടാനുള്ള വയറായിരിക്കും. അത് നോക്കണ്ട, അത് നോക്കണ്ട. അടിച്ചെടുത്താൽ ട്രീ വേണോ? ആ ട്രീ തുരുമ്പിച്ച് പോയിട്ടുണ്ടാവും. ആ കുഴപ്പമില്ലല്ലേ. ഓക്കെ, അപ്പം ഇത്രയും സാധനങ്ങൾ നമുക്ക് അത് കൊടഞ്ഞെടുത്താൽ നല്ലതാ. ഓക്കെ, ട്രെയിലിടാനുള്ള സാധനങ്ങൾ മേടിക്കേണ്ടി വരും അല്ലേ? ട്രെയിലിടാനുള്ള സാധനങ്ങൾ മേടിക്കേണ്ടി വരും. ആ ആ അതെ, പൊടിയടിച്ച് പോയി സാധനങ്ങളൊക്കെ അല്ലേ, ഇളകി പോണ്ടല്ലേ. നമുക്ക് സെറ്റ് ചെയ്യാം. നല്ല പൊടിയുണ്ടേ. സ്റ്റാൻഡ് എവിടെയാന്നൊരു പിടിയില്ല. അത് ആ കമ്പനിയാ പോയത് കേട്ടോ. അത് നമുക്ക് കെട്ടി വെക്കാം. അല്ലാതെ കളഞ്ഞറിയില്ലേ, ഗുണമുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇത് വെക്കാം, നമുക്ക് എന്തെങ്കിലും യൂസ് ആവുമായിരിക്കും. നമ്മൾ കെട്ടുമ്പോഴേ സൈഡിൽ വെക്കാം. സൈഡിൽ കൂടെ കുഞ്ഞു മരങ്ങളൊക്കെ ആയിട്ട് വെക്കാം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വെറുതെ ആവശ്യമില്ലാണ്ട. പിന്നെ നമുക്ക് ലൈറ്റ് ഒക്കെ ഇതൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടോന്ന് ചേച്ചി പുറത്തിറക്കി ഇരുത്തണോ? ഇരുത്താവേ. പഴയ ലൈറ്റ് ചിലപ്പോൾ കത്തണമെന്നില്ല, ഇതിനൊക്കെ ഒരു വർഷത്തെ ഉപയോഗത്തെ ഉണ്ടാവുള്ളൂ ഞാൻ കേട്ടിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. ദൂരല്ലേ അയ്യോ എവിടെ അടിപൊളി കിടന്നു. അപ്പൊ ഈ പ്രാവശ്യം ബൾബ് മേടിക്കണ്ട. എത്ര വർഷമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന അറിയോ? അതെ, എങ്ങനെ പോയാലുള്ളല്ലോ ഒരു 4 വർഷമായിട്ട് ഇത് ഉപയോഗിക്കാതിരിക്കുന്ന സാധനം. കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത് നമ്മള് കണ്ണപ്പൻ വീട്ടിൽ നിന്ന് എന്തോ കൊണ്ടുവന്നതാ. വേറെ ഏട്ടാ എടുത്ത്. അടിപൊളി സാധനം കേട്ടോ. ഇത് പല കളർ, ഇത് നല്ല ഭംഗി, രാത്രിയൊക്കെ അടിപൊളിയായിരിക്കും. ഇത് എത്ര വർഷമായി നോക്കേ? ഒരു 4 വർഷമെങ്കിലും ആയില്ലേ? എല്ലാം കത്തുന്നുണ്ട്. ഒരു സെറ്റ് കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ലൈറ്റ് ലാഭം. ഇപ്പൊ ഒക്കെ എന്ന് വെച്ചാല് പുതിയ പുതിയ ടൈപ്പിലുള്ള ലൈറ്റുകളൊക്കെ ഇറങ്ങി. വെറൈറ്റി ആയിട്ട് എന്നാൽ കഴിഞ്ഞ ദിവസം മലിക്കാൻ വേണ്ടി പവർ ബാങ്ക് മേടിക്കാൻ വേണ്ടി ഇലക്ട്രിക് കടയിൽ കയറിയപ്പോഴേ പല പല ഇത് ആൾക്കാരൊക്കെ 2000 രൂപ 3000 രൂപ വിലയുള്ള ലൈറ്റുകളൊക്കെ മേടിച്ചോണ്ട് പോണേ അല്ലേ? ഒരു ക്രിസ്മസ് അല്ലേ ഉള്ളു. മേടിച്ചല്ല, അത് കണ്ണപ്പൻ കൊണ്ടുവന്നതാ. മേടിച്ചില്ല നമ്മള്. രാമാന്ന് തോന്നുന്നു. ആരോ ഇവര് രണ്ടാരോ കൊണ്ടുവന്നത്. ലൂസാണോ? കറക്റ്റല്ലേ? അതിന്റെ കാര്യം കത്തുന്നുണ്ടല്ലോ ഇതില്. ചിലപ്പോ പയ്യ ഇങ്ങനെ കത്തുന്നത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വയ്യാതെ സൗണ്ട് കൂടെ അത് കത്തുന്നുണ്ടോ? എന്തുവാ ഇപ്പൊ പ്രശ്നം? എന്താ ഒച്ചക്ക് വിളിക്ക്. വിചാരിക്കുന്ന കാര്യം അന്നേരം സാധിക്കണം. ഒരാൾ അന്നേരം വിളിക്കണം. ചിലപ്പോ ആ കൊച്ചു വന്നവൻ വന്നിട്ടുണ്ടാവുള്ളു, പിന്നെ വന്ന് കഴിക്കണം. ഞാൻ രാമനെ പോയി വിളിക്കാം. മതി നിർത്തിക്കും. ഞാൻ രാമനെ പോയി വിളിക്കാം. കുറ്റം അടിക്കും.
രാം വരണ്ടാന്ന് പൊട്ടി റെഡിയാക്കാം. പുൽക്കൂടെ അല്ല ഇനി ഒരെണ്ണമുണ്ട് ഇനിയുണ്ടോ? ചെറുതുണ്ട്. അതുണ്ടെങ്കിൽ അത് പോയെന്ന് തോന്നല്ലേ. പീസൊക്കെ ചാടിപ്പോയതേ. തീരെ കൊള്ളത്തില്ല. ഒരുപാട് നാളായിരുന്നു അല്ലേ. കുഴപ്പമില്ല, ഒരു ബൾബ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അത് മതി. ബാക്കി നമുക്ക് പൈസ ഉള്ളപ്പോ മേടിക്കാം. ഇനിയിപ്പോ എന്താ വേണ്ടേ? ഇനി നമുക്ക് പോയി പുൽക്കൂടിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം. ഓക്കെ. ഒരെണ്ണല്ലേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ സ്റ്റാറാ. ഇതും ഒന്ന് ഒട്ടിച്ചെടുത്താൽ നല്ല സ്റ്റാറാണ്. അവിടെ അമ്മ ചെറിയ സ്റ്റാർ എന്താ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നല്ലോ. ഇത് നമ്മള് പാളയം പള്ളിയിൽ പോയപ്പോ വാങ്ങിയതല്ലേ. അയ്യോ എത്ര പെട്ടെന്ന് ഒരു വർഷം കഴിഞ്ഞു പോയല്ലേ. ട്രിവാൻഡ്രം പള്ളി, പാളയം പള്ളി. കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് മേടിച്ചാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ സ്റ്റാറും കൂടെ ലാഭിച്ചിരിക്കുന്നു അല്ലേ. അല്ല ഇത് ഒരു കണക്കിന് നല്ല കാര്യല്ലേ. സ്റ്റാർ സെറ്റായേ. ഇനി ഒരു സ്റ്റാറുണ്ട്. ആ സ്റ്റാർ നമുക്ക് ഇവിടെ എടുക്കാം. ഒരു സ്റ്റാർ അവിടെ ഒരു സ്റ്റാർ നമുക്ക് വേണേ ഇതേ സൈഡിൽ ഇടാം. എവിടെയാ പുൽക്കൂട് കിട്ടുന്നത്? ഇവിടെയല്ലേ? ഉൾക്കൂട് ഇട്ട് തരത്തില്ല. വേണ്ടേ? ഇത് വേറൊരു സ്റ്റാർ. ഒട്ടും ഡാമേജ് ഇല്ലാത്ത സ്റ്റാർ ആട്ടോ. തിരുവനന്തപുരത്ത് വീട്ടിലിട്ടുന്ന സ്റ്റാറാ ഇത്. ഇത് നമ്മൾ ഇവിടെ ഇട്ടിരുന്ന സ്റ്റാറ്. തിരുവനന്തപുരത്ത് ഇട്ടത് നമ്മള് അധിക ദിവസം ഇട്ടാത്തോണ്ട് ശരിയാണ്. ഇത് ഡാമേജ് ഇല്ല. ഇത് 190 200 രൂപയുടെ സ്റ്റാർ ആട്ടോ തിരുവനന്തപുരത്ത്. എന്തുവാ ലിജി സെലക്ട് ചെയ്ത സ്റ്റാർ? കൊച്ചിന്റെ സ്റ്റാർ ആണോ? അപ്പൊ അതോ അതാരെന്നറിയില്ല. അത് അമ്മയുടെ. അത് ലിജി കൊച്ചിന്റെ ആണോ? നമുക്ക് ഇവിടെ ഒരു സൈഡിൽ. ഓക്കെ സെറ്റ്. നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാനുള്ള പരിപാടി വേണേ. ഓക്കെ നമുക്കൊരു പുല്ല് പറിച്ചിട്ട് വരാം. അവിടെ പുല്ലുണ്ട്, അത് വേണോ? പുല്ലെടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഏത് പുല്ലാണ് നമ്മള് ഇതെടുത്തേ? ഞാൻ പോയതാ. വെള്ളമായിരിക്കും. ഏലാണേലും കുഴപ്പമില്ല. ഒപ്പം കണ്ടിച്ചെടുത്താൽ എന്നിട്ട് ഇതും നല്ലതാ. ഇതിന്റെ മേളിൽ വെക്കാം. എന്നിട്ട് ലെവലായിട്ട് കണ്ടിച്ചാൽ മതി. സൈഡിൽ കൂടെ ഒക്കെ ഇട്ടാ നമുക്ക്. ഇത് ഇച്ചിരി വലുത് എടുക്കുവാണെങ്കിൽ താഴേന്ന് കിടക്കട്ടെ. കൂട്ടി അങ്ങോട്ട് പിടിക്കുക, അറുക്കുക. നമുക്ക്
നമുക്ക് ഇതാക്കാം, കത്തി മറ്റേ വാക്കത്തി ഉപയോഗിച്ചേ എന്നെ അതാ അവർക്കൊരു സഹായമായി. കട്ടിയായിരിക്കും അല്ലേ? വേറെ കത്തി എടുത്തിട്ട് തന്നെ എടുത്തിട്ട് തരാം ഞാൻ പോയി. അപ്പം ഇതേ ഞാൻ തിരിച്ച് കത്തി എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. ചേട്ടാ ഇത് എവിടെ നിന്നാണ്ട് ഇടയ്ക്ക് നിൽക്കുക. മൊത്തം കണ്ടിച്ചെടുത്തിട്ട് രണ്ട് സൈഡിൽ മറ്റേ നമുക്ക് അവിടെ കിടക്കുന്ന ഉണങ്ങിയത് അല്ല അതിൻ്റെ മേളിലൊക്കെ വിരിക്കാം. റൗണ്ട് ആക്കി എടുത്താലും മതി, അതായത് ആർച്ച് പോലെ. അത് യാതൊരു പ്ലാനും ഇല്ലാണ്ടാണ് പണിയുന്നത്. ഫൈനലി ലുക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് കാണാം. അപ്പോൾ ഇതേലേ ട്രെയിൻ പോകുന്നു കേട്ടോ, കാണാൻ പറ്റുമെന്ന് അറിയില്ല. പോരെ, ഇനി വേണമെങ്കിൽ വന്നാൽ പോരെ? ആ വേണമെങ്കിൽ വരാം. Let's go. കൂട്ടുകാരനാ ശീലാറ്റി നോക്കാൻ അമ്മ അന്നോട് നമ്മള് കോഴിക്കോട് കെട്ടാൻ വേണ്ടി പോകണം കേട്ടോ. യാതൊരു ഐഡിയ ഇല്ല നിനക്ക്. തൽക്കാലം നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കെട്ടി കൊടുക്കാം. ഇതാ ഇത് ഇവിടെ പ്ലാറ്റ്ഫോം അടിക്കുന്നു, ഇവിടുന്ന് മുകളിലായിട്ട് ഇത്രയും, പിന്നെ ഇങ്ങനെ അവിടുന്ന് ആദ്യ കെട്ട് കെട്ടി അകത്ത് വെച്ച് കെട്ടുന്ന വേറെ കാര്യമുണ്ട്. തള്ളി പുറത്തേക്ക് വലിക്കാൻ വേണ്ട. ഒരു ഐഡിയ ഇല്ല, കെട്ടി അങ്ങ് പോവാ. അവിടെ ചെന്ന് നിൽക്കുന്നു, അവിടെ വെച്ച് കോഴിക്കോട് റെഡി. ആരാ വിളിച്ചേ? അപ്പത്തെ എന്താ പേരെന്താ? സൂസി. സൂസി എവിടെ? സൂസി പോണ സൂസി ഹണിപ്പൂച്ചക്ക് എന്ത് പറ്റി? വണ്ടി അപകട മരണമായിരുന്നു. മീൻ മേടിക്കാൻ പോയപ്പം അവര് കണ്ടില്ല. മീൻ മേടിച്ചോണ്ട് വണ്ടിയുടെ കീഴിൽ ചെന്നപ്പം അപ്പം അവര് എന്നും മീൻ കൊടുക്കുമായിരുന്നു. ഇവള് അങ്ങ് പടിഞ്ഞാറ് തന്നെയാണ്. ഇവള് മീൻ വണ്ടി വരുന്ന കണ്ടുകൊണ്ടുണ്ടല്ലോ ഓടി അവിടെ ചെന്ന് അവര് ശ്രദ്ധിച്ച് അവര് വണ്ടി ബാക്കിലോട്ട് എടുത്ത് ഇവിടെ തലയിലായിപ്പോയി. അങ്ങനെ കുറെ കഴിഞ്ഞ് നമ്മളിവിടെ അച്ഛൻ ഇവിടെ ഇരുന്നപ്പോഴേ ഫ്രണ്ടില് കാക്ക പറക്കുന്നത്. അങ്ങനെ എന്തോന്ന് എഴുതി ചെന്ന് നോക്കുമ്പോൾ ഇവിടെ അച്ഛൻ മരിച്ചില്ല. അന്നേരം ഇല്ലയോ അങ്ങനെ മരിച്ചില്ലായിരുന്നു.
പിന്നെ അച്ഛൻ ചെന്ന് കഴിഞ്ഞ് തലയ്ക്കായിരുന്നു ആശുപത്രി. ലിജി ഭയങ്കര കരച്ചിലായിരുന്നു. കരഞ്ഞോ? ശരി, ലിജിയെ കൈ കൂടുതൽ ധൈര്യശാലി അല്ലേ ഇരിക്കുന്നത്? ഞാൻ എന്താ ചെയ്തോ, പെരക്കകത്ത് കയറുന്നതിന് അടിച്ചു ഓടിക്കും. പെരക്കകത്ത് കയറും, എപ്പോഴും ഓടി ഒന്ന്. അത് ലിജി വന്നതിന് ശേഷം പെരക്കകത്ത് ഒരാഴ്ച മീൻ കൂട്ടിയില്ല. ഒരാഴ്ച കൂട്ട മീൻ കൂട്ടിയില്ല. അത് കാരണം ഈ മേടിക്കാൻ സമ്മതിച്ചില്ല ഇവിടെ. വിഷമത്തില് അണി എങ്ങനെയാ വെച്ചാൽ ഞാൻ രാത്രി 10 മണിയപ്പോൾ മഴയത്ത് ഇവിടെ ഇരിക്കുക. അപ്പൊ ഒരു പൂച്ചയെ നോക്കിയപ്പോ ഓടി വരുന്നു, എന്റെ അടുത്ത് വന്നിരിക്കുന്നു, പോകുന്നു. പിന്നെ ഇവിടെ ഒരു മുരിങ്ങ മരം ഉണ്ടായിരുന്നു. പ്രവീണ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ മണ്ടയ്ക്ക് കയറുന്നു, ചാടി കയറുന്നു, ഇറങ്ങുന്നു, വീണ്ടും എന്നെ ഒന്ന് നോക്കുന്നു, വീണ്ടും ചാടിക്കുന്നു. അപ്പം ഇയാള് ഭയങ്കര അഭ്യാസിയാണെന്ന് എന്നെ കാണിക്കുക. എന്നെ വളർത്തിയാൽ നിങ്ങൾക്ക് ഗുണമാണ്, ഞാൻ പല്ലി പാറ്റയൊക്കെ പിടിക്കും. കൊച്ചു പ്രായത്തിൽ വന്നേ ഇതാണ് ഇങ്ങനെ വരുന്നതാണ്. ഗോഡത്തെ മരുന്നുണ്ട് സൂസി. സൂസി അവന്റെ കുഞ്ഞുങ്ങളെല്ലാം ആണെന്ന് ഡൗട്ട് ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇത്രയും പണിയായി. അങ്ങനെ പ്രവീണുണ്ടല്ലേ മഴയത് ഒരു ബെഡ്ഷീറ്റ് ഇവിടെ കിടന്ന് വാവേ, ഒരു ബെഡ്ഷീറ്റ് ഇവിടെ കിടന്ന് എന്താ ആവശ്യത്തിന് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് പുറത്തു കൊണ്ടെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ആ ബെഡ്ഷീറ്റിനകത്ത് പ്രവീൺ അങ്ങ് ചുരുട്ടി കൂട്ടി അതിനെ അങ്ങ് എന്നിട്ട് അത് അനങ്ങിയില്ല, അവിടെ തന്നെ ഇരുന്നു. കുറെ കഴിഞ്ഞ് ഇളക്കിയപ്പോ കാണാം അത് വീണ്ടും ഇതുപോലെ മുരിങ്ങ ചാടി കയറാൻ തുടങ്ങി. അങ്ങനെ നല്ല ഒരു അനുസരണയുള്ള ഒരു പൂച്ചയായിരുന്നു. ഞാനെപ്പോഴും അടിക്കുവൻ, എന്നെ കാണുമ്പോഴേ അത് ഇറങ്ങി ഓടും മുറ്റത്ത്. ലിജി എന്നതിന് ശേഷം പരിക്കാത്ത കയറാൻ തുടങ്ങിയത്. എനിക്കിഷ്ടമല്ലായിരുന്നു. അല്ല, കല്യാണത്തിന് വന്നതാ. ഓർമ്മയുണ്ടോ നിന്നെ കടിച്ചത്? ഇവിടെ എല്ലാരെയും കഴിച്ചിട്ടുണ്ട്. ശ്രീകുട്ടനെ എന്നെ മാത്രമേ ഉള്ളൂ കടിക്കാത്തത്. അനീഷേട്ടനെ വരെ കടിച്ച ഒറ്റ ക്രിസ്മസിന്റെ വഴി കയറി കിടക്കും. അങ്ങനെ ഒരു ഞാൻ ചവിട്ട് കൊടുത്തു, അങ്ങനെ കടി ഉണ്ടാവും. അല്ലാതെ ചുമ്മാ ഒന്നും കടിക്കത്തില്ല. ഇത് വഴിയിലേ കിടക്കത്തുള്ളൂ. മതി. അപ്പൊ പുൽക്കോട്ടിനുള്ള സാധനങ്ങൾ അമ്മ ഉണ്ടാക്കാണ് കേട്ടോ. ഇത് അളവ് തെറ്റിപ്പോയെന്ന് തോന്നുന്നില്ല. ഇല്ല, ബാബ തന്ന അളവിന് ഞാൻ ഒരേ ലെവലില്. എന്നാ ഈ ഇതും കൂടെ ആ ലെവല് ഇടയ്ക്കൊക്കെ പോയടേ ഇച്ചിരി ഇച്ചിരി ലെവല് കുറച്ചാൽ മതി. പക്ഷേങ്കിലേ എന്താ ഇനി അതും അതുപോലെ തന്നെ ആക്കണം. അതിന്റെ മേള് ഭാഗം അത് നമ്മള് പുല്ല് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ പുല്ലിന്റെ ആ സൈഡ് ഭാഗം മേയണമെങ്കിൽ ഇത് ആക്കണമല്ലോ. അത് നിങ്ങളുടെ പണിയടേ, കെട്ടുന്നവരുടെ പണിയാ. കഴിഞ്ഞ വർഷത്തെ പുൽക്കൂട് ഉണ്ടാക്കിയ രാമ എത്തിയിട്ടുണ്ട് കേട്ടോ. രാമ ഈ ഫുൾ പുൽക്കൂട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിളിച്ചവനെ വരുത്തല്ലോ, പഠിച്ചോണ്ടിരുന്ന അവനെ അവിടെ പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയ. ഞങ്ങൾ ഏകദേശം ഇവിടെ കൺസ്ട്രക്ഷൻ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ബാക്കി കൂടെ ചെയ്യട്ടെ, ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അല്ലേ, ഒരു ഐഡിയ പറഞ്ഞു തരാന്ന് പറഞ്ഞ് ഇറങ്ങിയ ടിപ്സ് അല്ലേ? പറ, ടിപ്സ് പറ. എന്താ പറഞ്ഞു? ചേട്ടാ ഞാൻ കുറച്ച് പുല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ആദ്യം പറഞ്ഞുതരും. എടാ, റോട്ടിൽ കൂടെ ഒക്കെ വണ്ടി പോകുന്ന സൗണ്ട് ആയതുകൊണ്ട് നിങ്ങളുടെ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഒന്നും കേൾക്കുന്നുണ്ടാവില്ല അല്ലേ? കേക്കത്തുള്ളോ? ആണോ? അതെന്താ? അപ്പൊ ഏകദേശം സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പണി ഇത് ഇത്ര എത്തിയിട്ടുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, സെറ്റാവുമെന്ന് തോന്നുന്നു. ഇപ്പൊ
പുൽക്കൂട് പക്ഷെ അത് ഉണ്ടാക്കുന്നത്ര രസം ഉണ്ടാവില്ലല്ലോ അല്ലേ? പുൽക്കൂട് വാങ്ങുന്നതിന് ഞാൻ വില ഇറക്കി 1600 രൂപ ഒരു പുൽക്കൂടിന്. ഇത്ര വില പുൽക്കൂടിനൊക്കെ? ആകെ 10-50 ഉള്ള. അതെ, 1 രൂപ പോലും ഇല്ലാതെ നമ്മള് പുൽക്കൂട് കെട്ടി വെച്ചില്ല. അപ്പൊ പുൽക്കൂട് കെട്ടാൻ ആഗ്രഹിക്കുന്നവരോട് കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ അടി കൊടുക്കുന്നതായിരിക്കും. കണ്ട ശേഷം ഓർഡർ വരിക. ഉണ്ടാക്കി കൊടുക്കണം പോയി. അപ്പൊ ഇവിടെ വേലി ഉണ്ടാക്കുകയാണ് കേട്ടോ. അല്ല, 2 ഇനിയും വേണം. ഒരെണ്ണം മതി. ഇത് 2 ആക്കണം. അതാക്കിയാലും മതി, 2 ആക്കിയാൽ മതി. ഫ്രണ്ടിൽ വെക്കാനില്ലയോ? ഇത് 2 സമം മുറിച്ചാൽ മതി. അപ്പൊ അതിന് അളവിൽ കൂടുതലുണ്ടല്ലോ സാധനങ്ങൾ. ഞാൻ എന്തെങ്കിലും പറയണ്ടേ എന്നോർത്തായിരിക്കും. അപ്പൊ ദേ നമ്മുടെ പുൽക്കൂട് ദേ ഇത്രയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് പുല്ലൊക്കെ വെച്ച് വരുമ്പോ സെറ്റ് ആവും. ഇത്രയൊക്കെ ആയി. റാമിന്റെ പോളോ മാത്രം തെളിഞ്ഞു നിൽക്കുന്നു. പോളോ ഇത് പോളോ പുല്ല് തരാം. കളിയാക്കും ഇവിടെ ഒരു പണി എടുക്കാതെ വന്നിട്ട് കളിയാക്കുന്നത്. ആ പുല്ല് മേളി വെക്കാനാ? ഇത് അവിടെ എടുത്തോണ്ടെന്നാണ് ഇപ്പൊ. അത് അടിപൊളി പുല്ല. അപ്പൊ നമ്മുടെ ദേ പുൽക്കൂട് സെറ്റപ്പായിട്ട് വരുന്നുണ്ട് കേട്ടോ. വിചാരിച്ച കണക്കല്ല നമ്മൾ തുടങ്ങിയപ്പം. ഇനി ഒരെണ്ണം കൂടെ കെട്ടല്ലേടാ? അങ്ങേറ്റം ഒരെണ്ണം കെട്ടല്ലേ? ഓക്കെ. അമ്മ ഇവിടെ റെസ്റ്റ് എടുത്ത് തുടങ്ങി. അമ്മ അമ്മ ഉണ്ടാക്കിയത് അമ്മ താഴെ വെക്കാൻ വേണ്ടി ഉണ്ടോ? വേലി ഗേറ്റ് വാള് ഭിത്തി. ഓക്കെ, പുല്ലെത്തിയാ? പുല്ലും വണ്ടി കഴിഞ്ഞില്ല. ഇതെങ്ങനെ കെട്ടി വിടുവോ? അടുത്ത് വെക്കാം. ചിലപ്പോ നിൽക്കും. നിരപ്പിന് വിട്ടാ മതി ചേട്ടായി. ഇട്ടോ അടുത്ത ഇങ്ങനെ പൂ ഒരുക്കുന്നതൊക്കെ എക്സ്ട്രാ വരുന്ന ഈ ഇതൊക്കെ ഒന്ന് കണ്ടിച്ച് വിട്ടാലോ. അവിടെ കിട്ടിയില്ലയോ? അവിടെ അങ്ങേയറ്റം സൂപ്പർവൈസർ അനങ്ങാതിരിക്കുന്നത്. അവിടെ ഒരാൾ ഇതെല്ലാം കണ്ടോണ്ട് അനങ്ങാതിരിക്കുക. വരൂ. ചൂട് കാരണം ചൂട് കാരണം
ഇത് നല്ലത് ഈ കമ്പിന്റെ ഇടയ്ക്ക് അത് കെട്ടി ഇങ്ങനെ വെച്ച് കെട്ടി കെട്ടി എടുത്ത് വെക്കുന്നതായിരിക്കും അല്ലേ? ഞാനതാ പറഞ്ഞേ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തു തരാന്ന്. എങ്ങനെ ചെയ്തു തരാം? ഇനി നിങ്ങള് പണി കഴിഞ്ഞ് ഇനി ഞാൻ അതിൽ തൊടത്തിലിടേ. ഞാനതല്ല പറഞ്ഞേ, തറയിൽ വെച്ചിട്ടേ നമ്മളാ വേര് പണിഞ്ഞാണ്. അത് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ ആ ഐഡിയ പറഞ്ഞപ്പം നിങ്ങൾക്ക് പറ്റത്തില്ല. അപ്പൊ നിങ്ങള് കെട്ടവിടെ ഇരുന്നോട്ട് രണ്ടുപേരുടെ ഇല്ലേ ജി. നമ്മള് ദൂരേക്ക് നമ്മൾ ഐഡിയ പറഞ്ഞു കൊടുക്കുമ്പോ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടത് അവര് പണിയുന്ന കാണാല്ലേ. കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ടില്ലേ, ഞാൻ പിടിച്ചോ കെട്ടാം. മാറ് വെക്ക്. ചൊറിയുന്ന കുളിക്കാത്തോണ്ട് അപ്പൊ ഏകദേശം ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ബാക്കി കൂടെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം സമയം ഒത്തിരി ആയിട്ടുണ്ട്, 8 മണി അടുത്ത് ആറായിട്ടുണ്ട്. വലിയ കൊച്ചത്തെ ഇവിടെ ഇരുന്ന് വെള്ളം കുടിക്കുകയാണ്. അമ്മ രാമ. അപ്പതേ ഞങ്ങളിത് പുൽക്കോട് പണി ഏകദേശം കഴിഞ്ഞു കേട്ടോ. സംഭവം വെച്ചാൽ പുൽക്കോട് ഇത്ര സെറ്റപ്പ് ആക്കി വെച്ചു. സൈഡൊക്കെ അതെ. അപ്പോൾ നാളെ പകല് സെറ്റ് ചെയ്യാനുണ്ട്, ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നാളെ കുറച്ച് സാധനങ്ങളോട് മേടിക്കാണ്ട്. ഇതിനകത്ത് വെക്കുന്ന കുറച്ച് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൂടാതെ കുറച്ച് ചെറിയ സ്റ്റാറൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ബാക്കിയും കൂടെ പണിഞ്ഞിട്ട് ഇപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുൽക്കോട് പണിയാനുള്ള സമയമൊന്നും ആയില്ല. എന്നാലും ഞങ്ങൾ നേരത്തെ പണി. ഞങ്ങൾക്ക് സമയം എപ്പോഴും ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല അല്ലേ? അതെ ലിജി. അതുകൊണ്ട് ഞങ്ങളെ നേരത്തെ ലിജിയാണ് കേട്ടോ ഞങ്ങളെ എന്ത് പറഞ്ഞു നേരത്തെ ഡയലോഗ് പറഞ്ഞതല്ലോ. നിങ്ങൾ പണിയേ? ഞാൻ നിർബന്ധിച്ചതാ. ഇന്ന് തന്നെ പണിയണമെന്ന് നിർബന്ധം ഉണ്ടായില്ല. അല്ലേ നിങ്ങൾ പണിയില്ല. ഒരു പണി കിട്ടിയോ? അതെവിടെ ഇരുന്ന്? അവിടെ ഇരുന്നാണോ? ആണോ? അപ്പൊ ഈ മണിയും മറ്റു സാധനങ്ങളൊക്കെ മേടിക്കണല്ലോ, ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ മേടിക്കണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഉണ്ടോ എന്തു പറ അമ്മാരത്തോണ്ട് ലിജി വഴക്കിട്ടായിരുന്നു. ലിജി വഴക്കിട്ടായിരുന്നു. ഇവിടെ സംഭവം കുറച്ച് സാധനങ്ങൾ സെറ്റ് ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ നിർത്തുക. കാരണം വെച്ചാൽ ഇനി ഇവിടെ ക്ലീൻ ചെയ്യാനുണ്ട്, ഫുള്ള് മുറ്റം ക്ലീൻ ചെയ്യാനുണ്ട്. ഇനി ഫുഡ് ഉണ്ടാക്കണം, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ലൈറ്റെല്ലാം സെറ്റ് ചെയ്ത് വന്നാൽ ഇന്ന് മൊത്തം തീരില്ല. അപ്പോൾ ബാക്കി ഞങ്ങൾ നാളെ വൈകിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പം അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. അച്ഛൻ എന്തോ മേടിച്ചോ? കപ്പലിൽ മേടിച്ചോ? മേടിച്ചില്ലേ? നാരങ്ങ ഉണ്ടോവാ? നാരങ്ങ വെള്ളം പിഴിഞ്ഞ് കുടിച്ചിട്ട് എന്തായാലും ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സെറ്റായിട്ടുണ്ട്. ഞങ്ങൾ തുടങ്ങിയെങ്കിലും അടിപൊളി സെറ്റായിട്ടുണ്ട് പരിപാടികളെല്ലാം. ഞാൻ ലൈറ്റ് കണ്ടില്ലല്ലോ രാമേ, നീ ഇട്ട് നോക്കിയോ? അടിപൊളിയില്ലേ? എത്ര വർഷമായെന്നറിയാം? 4-5 വർഷമായി. 4 വർഷമായി കാണും. കാരണം 2019 ഉള്ള സാധനം അത്. ഇവിടെ ഇരുന്നേ ഈ പെട്ടിക്കകത്ത് ആരും കാണാതിരുന്നതാ. അതുകൊണ്ട് അവിടെ ഇരുന്നു. പക്ഷെ അത് കത്തുന്നുണ്ട്, അതാണ് മെയിനായിട്ട്. അതും കത്തുന്നുണ്ട്, പക്ഷെ അതിനകത്ത് ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ക്ലിയർ ആക്കുകയാണെങ്കിൽ ചിലപ്പോൾ കത്തും. അപ്പോൾ അതും കൂടി നോക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം അമ്മയുടെ അതേ വർക്ക് ഉണ്ട്. അമ്മയുടെ അതല്ലേ വെയിലൊക്കെ അടിക്കാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. അവിടെ കറക്റ്റ് കൊള്ളാൻ നോക്കട്ടെ. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ എടുത്ത് പള്ളേ കളയാ. ഒരു മിനിറ്റ് ലൈറ്റ് ഇങ്ങനെ അങ്ങനെ പണിയാണോ? ഇങ്ങനെ വെക്കാനോ? അവിടെ വെച്ച ഫ്രണ്ടില്? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഫ്രണ്ടില്. ഞാൻ അതിനാ ഉദ്ദേശിച്ചത്. കറക്റ്റ് അളവല്ലേ? കൊള്ളാം സംഭവം. കുറച്ചുകൂടെ കമ്പുകൾ വേണമായിരുന്നു. പക്ഷെ അല്ലേ, ഇടയ്ക്ക് കുറച്ച് കമ്പുകൾ കയറ്റി വെച്ചാൽ മതി. എന്താ ജി പറയും?